ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും ഹെൽത്ത് ടിപ്സിലേക്ക് സ്വാഗതം. കൺതടത്തിലെ കറുപ്പ് നിറം സ്ത്രീകളെ ഏറെ അലട്ടുന്ന പ്രശ്നങ്ങളിൽ ഒന്ന് തന്നെയാണ് അല്ലേ? ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും അതുണ്ടാകും. പല കാരണങ്ങൾ കൊണ്ടും കണ്ണിന് കീഴിൽ കറുപ്പ് നിറം വരാം. ഉറക്കക്കുറവ്, പോഷകക്കുറവ്, സ്ട്രെസ് എന്നിവയൊക്കെ ഇതിന് കാരണമാകും. ഒപ്പം തന്നെ സൂര്യകിരണങ്ങളോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ TV സ്ക്രീനിൽ നിന്നുള്ള ബ്ലൂ റേസസോ അമിതമായി ഏൽക്കുന്നതും പ്രായമാകുന്നതിനനുസരിച്ച് ശരീരത്തിൽ സംഭവിക്കുന്ന ജനിതക മാറ്റങ്ങളും എല്ലാം ഇതിന് കാരണമാവാറുണ്ട്. UV രശ്മികളിൽ നിന്നും കണ്ണിനെ രക്ഷിക്കേണ്ടത് ഏറെ പ്രധാനമാണ്. കണ്ണിന് ചുറ്റുമുള്ള ചർമ്മം വളരെ നേർത്തതും അതിലോലവുമാണ്. മുഖത്തിന്റെ ബാക്കി ഭാഗങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ എണ്ണഗ്രന്ഥികൾ വളരെ കുറവാണ്. പ്രായമാകുന്നതിനനുസരിച്ച് ചർമ്മത്തിന്റെ കൊളോജനും എലാസ്റ്റിനും നഷ്ടപ്പെടും. ഇതുവഴി കൺതടത്തിലെ ചർമ്മം വരണ്ടതാവാനും അവിടെ ചുളിവുകൾ വീഴാനും കാരണമാകുന്നു. കൺതടങ്ങളിലെ ഈർപ്പവും ജലാംശവും നിലനിർത്തുകയാണ് കറുപ്പ് നിറം പടരാതിരിക്കാനുള്ള ഒരു വഴി എന്നത്. കണ്ണിന് താഴെ രക്തം കുമിഞ്ഞുകൂടുന്നത് തടയാൻ ദിവസം 2 തവണ വിരലുകൾ കൊണ്ട് ഈ ഭാഗം ലഘുവായി മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കണ്ണിന്റെ സൗന്ദര്യം സംരക്ഷിക്കാൻ ചില പ്രകൃതിദത്ത വഴികൾ നമുക്ക് നോക്കാം. കൺതടങ്ങൾ വീർത്തു വരുന്നത് തടയാൻ മികച്ച പരിഹാരമാണ് ഉരുളക്കിഴങ്ങ്. ആസ്ട്രജൻ ഗുണങ്ങളുള്ള എൻസൈമുകൾ ഉരുളക്കിഴങ്ങിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് കൺതടങ്ങളുടെ വീക്കം കുറയ്ക്കുകയും ചർമ്മത്തിന് മുറുക്കം സമ്മാനിക്കുകയും ചെയ്യും. ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കി മുറിച്ച് ഫ്രിഡ്ജിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഇത് ദിവസവും ഒരു 10 മിനിറ്റ് കൺപോളകൾക്ക് മുകളിൽ പുരട്ടിയ ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക. അതിനുശേഷം നല്ലൊരു അണ്ടർ ഐ ക്രീം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുക്കുംബർ. ഉരുളക്കിഴങ്ങിന്റെ അത്ര ഫലപ്രദമല്ല എങ്കിലും ചർമ്മത്തിന് ഒരു ഊർജ്ജസ്വലത നൽകാൻ ഇത് വളരെയേറെ സഹായിക്കും. ഒപ്പം ആസ്ട്രജന്റെ ഗുണങ്ങളും ഉണ്ട്. കുക്കുംബർ കഷ്ണങ്ങളായി മുറിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഇവ ഒരു 10 മിനിറ്റ് കണ്ണുകൾക്ക് മുകളിൽ നിങ്ങൾ വെക്കുക. കുക്കുംബർ ജ്യൂസ് വിരലുകൾ ഉപയോഗിച്ച് കണ്ണുകൾക്ക് മുകളിൽ നിങ്ങൾക്ക് അതും ഈ കുക്കുംബർ ജ്യൂസും മസാജ് ചെയ്യാവുന്നതാണ്. നന്നായി തണുത്ത കട്ടൻ ചായ പഞ്ഞിയിൽ മുക്കി കണ്ണിന് മുകളിൽ വെക്കുക. 10 മിനിറ്റിന് ശേഷം തണുത്ത വെള്ളം കൊണ്ട് കഴുകുക. കറുപ്പ് നിറം മാറി കണ്ണിന് തിളക്കം ഏറുന്നതായിരിക്കും ഇതിലൂടെ. ഈ ടീ ബാഗുകൾ വെള്ളത്തിൽ കഴുകി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഇവയും കണ്ണുകൾക്ക് മുകളിൽ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അതുപോലെ വെള്ളരിക്ക നീര് കണ്ണിന് താഴെ പുരട്ടി 15 മിനിറ്റ് വച്ച ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ്. വെള്ളരിക്ക നീരും ഉരുളക്കിഴങ്ങിന്റെ നീരും നാരങ്ങ നീരും സമാസമം ചേർത്ത് കണ്ണിൽ പുരട്ടി ഒരു 20 മിനിറ്റിന് ശേഷം കഴുകിക്കളയാം. കറുപ്പ് നിറം വേഗം നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതായിരിക്കും. അതുപോലെ കണ്ണ് ഇളം ചൂടുവെള്ളത്തിൽ കഴുകിയ ശേഷം നല്ല തണുത്ത വെള്ളം കൊണ്ട് വീണ്ടും കഴുകുക. കണ്ണിന്റെ തളർച്ച നിങ്ങൾക്ക് മാറിക്കിട്ടും. അതുപോലെ തക്കാളി നീര് കൺപോളകൾക്ക് മുകളിൽ പുരട്ടിയ ശേഷം കഴുകിക്കളയുന്നതും കൺതടത്തിലെ കറുപ്പ് നിറം അകറ്റുന്നതാണ്. ലൈക്കോപീനിന്റെ നല്ല ഒരു ഉറവിടമാണ് തക്കാളി. ഇത് ചർമ്മത്തെ മൃദുവാക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ കണ്ണടച്ചു പിടിച്ച് തണുത്ത വെള്ളമോ തണുത്ത പാലോ പുരട്ടിയിരിക്കുക. ഒരു 20 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് കഴുകിക്കളയാവുന്നതാണ്. കണ്ണിന് നല്ല ഉണർവ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ഒരു പഞ്ഞിയോ നല്ല കട്ടിയിൽ നിങ്ങൾ മുറിച്ചെടുക്കുക. ഇത് നമ്മുടെ പനിനീരിൽ മുക്കിയിട്ട് അടഞ്ഞ കണ്ണിന് മുകളിൽ വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ കിടക്കുക. കണ്ണിന് താഴെയുള്ള പാടുകൾ മാറും എന്ന് മാത്രമല്ല നല്ലൊരു ഉന്മേഷം നമ്മുടെ കണ്ണിന് ലഭിക്കുകയും ചെയ്യും. ഈ നാടൻ പ്രയോഗങ്ങൾ എല്ലാം തന്നെ കണ്ണിന് താഴത്തെ കറുപ്പ് നിറം അകറ്റാൻ നിങ്ങളെ ഏറെ സഹായിക്കും. എന്നാൽ ഇത് വീണ്ടും സംഭവിക്കാതിരിക്കാൻ ചില മുൻകരുതലുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് TV, മൊബൈൽ, കമ്പ്യൂട്ടർ എന്നിവയുടെ സ്ക്രീനിൽ ഏറെ സമയം നോക്കി നിൽക്കുന്നത് നിങ്ങൾ കുറയ്ക്കുക. ഉറങ്ങും മുൻപ് മേക്കപ്പ് റിമൂവ് ചെയ്യുക. അതുപോലെ തന്നെ കൃത്യസമയത്ത് ഉറങ്ങി കൃത്യസമയത്ത് എഴുന്നേൽക്കുന്നത് നിങ്ങൾ ശീലമാക്കുക. മുടങ്ങാതെ വ്യായാമം ചെയ്യുന്നത് വഴി സമ്മർദ്ദവും ടെൻഷനും മൂലമുള്ള ഡാർക്ക് സർക്കിൾസ് അകറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ പച്ചക്കറികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, ഇലക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുന്നതും ഫലപ്രദമാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഈ ടിപ്പുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിക്കുക. സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി.